അധികമായി സത്യം ചെയ്യുന്നവനും നിന്ദ്യനുമായ ഒരാളെ നീ അനുസരിക്കരുത്. ഈ വലീദ് ബിൻ മുഗീറ അന്നത്തെ ഒരു വലിയ പ്രമാണിയായിരുന്നു. അദ്ദേഹം അവിടുത്തെ വലിയ സ്വത്തും മുതലും ഒരുപാട് മക്കളൊക്കെ ഉള്ള ആളായിരുന്നു. അദ്ദേഹമാണ് മുഹമ്മദിൻ്റെ അടുത്ത് വന്നിട്ട് മുഹമ്മദിനോട് കുറച്ചും കൂടെയൊക്കെ മര്യാദക്ക് പെരുമാറണമെന്ന ആവശ്യം ഉന്നയിക്കുകയും മുഹമ്മദിൻ്റെ ഈ സിദ്ധാന്തങ്ങളെയൊക്കെ തിരസ്കരിക്കുകയും ഒക്കെ ചെയ്തത്. അതുകൊണ്ട് അദ്ദേഹത്തെ അനുസരിച്ച് പോകരുത് എന്നാണ് ഇവിടെ കൽപ്പിക്കുന്നത്. ഇതിൽ മുഫസ്സിറുകളെല്ലാം പറയുന്നത് അധികം സത്യം ചെയ്യുന്നവർ വിശ്വസിക്കാൻ കൊള്ളാത്തവരാണ് എന്നാണ്. കള്ളന്മാരാണ് എപ്പോഴും സത്യം ചെയ്തുകൊണ്ടിരിക്കുക എന്നാണ്. അത് ആയിഷ പറഞ്ഞ ഹദീസും ഖുർആനും കൂടെ വെച്ച് നോക്കുമ്പോൾ അത് വളരെ ശരിയാണ് എന്ന് നമുക്ക് ബോധ്യമാവും. കാരണം ഖുർആനിൽ ഇടക്കിടക്ക് ഇങ്ങനെ സത്യം ചെയ്യുന്നുണ്ട്. അങ്ങനെ മാങ്ങൻ്റെ അണ്ടിയാണ് സത്യം, പുളിങ്ങാക്കുരുവാണ് സത്യം, അതാണ് സത്യം, ഇതാണ് സത്യം എന്ന് പറഞ്ഞുകൊണ്ട് ചെറിയ ചെറിയ ഭൂമിയിലുള്ള സാധനങ്ങൾ മുഴുവൻ പേരെടുത്ത് പറഞ്ഞുകൊണ്ട് ഇടക്കിടക്ക് അള്ളാഹു ഇങ്ങനെ സത്യം ചെയ്യുന്നത് കാണാം. ഇവിടെ മുഫസ്സിറുകളെല്ലാം പറയുന്നത് ഇടക്കിടക്ക് ഇങ്ങനെ സത്യം ചെയ്യുന്നവരെ വിശ്വസിക്കാൻ കൊള്ളൂല, അവർ കള്ളന്മാരാണ് എന്നാണ്. അത് വളരെ ശരിയാണ് എന്ന് ഖുർആൻ തന്നെ തെളിയിക്കുന്നുണ്ട്. ഖുർആൻ മുഹമ്മദിൻ്റെ സ്വഭാവമാണ് എന്ന് ആയിഷ പറഞ്ഞതും ഇതും കൂടെ ചേർത്ത് വായിച്ചാൽ കാര്യം വളരെ ക്ലിയറാണ്. മുഹമ്മദ് ഇടക്കിടക്ക് ഇങ്ങനെ സത്യം ചെയ്യാറുണ്ടായിരുന്നു. കാരണം മുഹമ്മദ് വിശ്വസിക്കാൻ കൊള്ളാത്ത കള്ളനായിരുന്നു എന്ന് ഈ മുഫസ്സിറുകളും ഈ ഖുർആനും ഈ ആയിഷയും എല്ലാം കൂടെ നമുക്ക് ബോധ്യപ്പെടുത്തി തരികയാണ്. കുത്തുവാക്ക് പറയുന്നവനാണ്, ഏഷണിയുമായി നടക്കുന്നവനാണ്, നല്ല കാര്യത്തിന് തടസ്സം നിൽക്കുന്നവനാണ്, അതിക്രമിയാണ്, മഹാപാപിയാണ്, പോരാത്തതിന് തന്തക്ക് പറക്കാത്തവനാണ്, സനീം എന്നാണ്. ഇങ്ങനെയുള്ള പുലഭ്യപ്പാട്ടാണ് മക്കയിൽ ആദ്യം ഇറങ്ങിയ ഖുർആൻ സൂക്തങ്ങൾ അല്ലെങ്കിൽ ഖുർആൻ സൂറത്തുകൾ എന്ന കാര്യം ഓർക്കുമ്പോഴാണ് മുഹമ്മദിൻ്റെ സ്വഭാവം ഖുർആനാണ് എന്ന് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാവുന്നത്.